ഏതെങ്കിലും അണ്ടന്റെയോ അണവോടന്റെയോ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ചെയ്തികളോ ഒരുപക്ഷെ ബാഹ്യമായിട്ട് പെട്ടെന്ന് നമുക്ക് പുതുമകൾ കണ്ടേക്കാം. അത് കണ്ടുകൊണ്ട് സമസ്തയെ തള്ളരുത്, സമസ്തയെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ ആര് പഠിപ്പിച്ചു തന്നു? ഉദു ചെയ്യാൻ ആര് പഠിപ്പിച്ചു തന്നു? ഔറത്ത് മറക്കൽ എങ്ങനെയെന്ന് ആര് പഠിപ്പിച്ചു തന്നു? നാം എങ്ങോട്ടും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം വേണോ വേണ്ടേ? അതിൻ്റെതായ നേതാക്കന്മാർ അല്ലാഹുവിന്റെ മഹത്തുക്കളും സൂഫി വര്യരും ഔലിയാക്കന്മാരുമായിരുന്നു. ഒരു അറബി സുഹൃത്തുമായി കണ്യത്ത് ഉസ്താദിനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ ഇതാരാണോ? സൈഫ് ഇബ്നു മുജ്രിം കോടതിയിലെ ഒരു മെമ്പറാണോ UAE അബുദാബിയിൽ? സൈഫോ? അതെ. അവരെന്തിനിവിടെ വന്നു? ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഇവിടുന്ന് ദുആ ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ടോ? അതെ. നിങ്ങൾ, ഞാൻ ഹംസക്കുട്ടി ആദർശേരി ചുറ്റുമുറിയാൻ മുസ്ലിയാരുണ്ടായിരുന്നല്ലോ, മുഹമ്മദ് മുസ്ലിയാരി മർഹൂം, എന്റെ ജ്യേഷ്ഠൻ. അദ്ദേഹം എന്റെ ജ്യേഷ്ഠനാണ്. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഖത്തീബ്. എന്താ ശമ്പളം? അത് പറയില്ല, പറയാൻ പറ്റില്ല. അപ്പോ ചിരിച്ചു. കൂടെ ഞാൻ എങ്കിലും സൂചിപ്പിച്ച് മോശമില്ലാത്തത്. അപ്പൊ എന്താ പടച്ചോനെ ഈ കാശൊക്കെ കാട്ടിനു വെച്ചു. കൂടെ കാളാമശ്ശേരി മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ജോലി? മോദിനാണ് പള്ളിയിൽ. എന്താണ് ശമ്പളം? അങ്ങനെ ചോദിച്ചു. സൈഫ് ഒരു സംഖ്യ കൊടുത്തു, ഞാനും കൊടുത്തു, സൈദലി മുസ്ലിയാരും കൊടുത്തു. ഞങ്ങളുടെ കൂടെ രാമനാട്ടുകര അബുഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ബീവിയാണ്. അതാരാണോ? അത് അബുഹാജി രാമനാട്ടുകര, ബീവിയുടെ ഭർത്താവ്. ബീവിയോ സയ്യിദത്താണോ അവൾ എന്ന് ചോദിച്ചു. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞല്ല, ഉർഫൻ ബീവി. ചികിത്സ ചെയ്യുന്നവരെ നമ്മുടെ കേരളക്കരയിൽ ബീവി എന്ന് വിളിക്കാറുണ്ടല്ലോ, ആ ബീവിയാണെന്ന് പറയും. അപ്പൊ ഉർഫൻ ബീവിയുടെ ഭർത്താവ് അബു അല്ലേ എന്ന് ചോദിച്ചു. അതെ. അങ്ങനെ തമാശ പറഞ്ഞു. ഞങ്ങളൊക്കെ സംഭാവന ഹദിയ കൊടുത്തു, അത് സ്വീകരിച്ചു. ഉടനെ വിളിച്ചു മകനെ അബ്ദക്കുട്ടിയെ, കുഞ്ഞുമോനെ വിളിച്ചു. ഇത് നിങ്ങൾ എടുക്കണം, ഈ ക്യാഷ് പകുതിയായി എടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ നന്ദിയിൽ നിന്ന് ശംസുൽ ഉലമയെ കണ്ടുവരികയായിരുന്നു. ളുഹർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ സൽക്കരിച്ചു, ചായവും മറ്റ് പലഹാരങ്ങളും തന്ന്. വരുമ്പോ തമാശയിൽ ഞാൻ പറഞ്ഞിരുന്നു കൂട്ടുകാരോടും അറബിയോടും മറ്റും, നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു ജമ്മ് ആക്കി നിസ്കരിക്കാം ളുഹറും അസ്റും എന്ന്. ആ അഭിപ്രായം സ്വീകരിക്കണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല, സ്വീകരിക്കണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ നിസ്കരിച്ചിരിക്കുന്നോ? കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കാറില്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് നിസ്കരിച്ചോ. കസീറായ സഫറിലും ജമ്മും കസീറും ആക്കാം എന്നുള്ള അഭിപ്രായമൊക്കെ കാണും. പക്ഷേ മുസ്ലിയാക്കന്മാരെ എടുക്കരുത്. ആരാ മൂപ്പരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്? എന്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇവരൊക്കെയാണ് സമസ്തയുടെ സാരഥികൾ. ഈ മഹാമനീഷികൾ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം അവജ്ഞയോടെ തള്ളുകയോ ധിക്കരിക്കുകയോ നാം എവിടെ നിന്ന് പഠിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈജിപ്തിലൊരു വലിയ മനുഷ്യൻ, നമ്മുടെ കുട്ടികൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇതുപോലുള്ളതായിരിക്കുന്ന അവസ്ഥകൾ വരില്ല. നാം നമ്മുടെ പ്രസ്ഥാനത്തെ ആദരപൂർവം ആദരിക്കുകയും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ വേക്കിൽ നിന്ന്
ഇവിടെ കാര്യങ്ങൾ നടക്കണം. വേണ്ട എന്നല്ല, വേണ്ട എന്നല്ല. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ഭരണഘടന അനുവദിച്ച പല കാര്യങ്ങളുമുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്കിവിടെ ആൾക്കാർ വേണം. അസംബ്ലിയിൽ നിന്നും പാർലമെന്റിലും ശബ്ദം നമുക്ക് വേണം. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും നേതാക്കന്മാരും അക്കാര്യം ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ സീരി സാഹിബ്, ഉപ്പി സാഹിബ്, MK ഹാജി, പോക്കർ സാഹിബ്, നമ്മുടെ KPA മജീദ് സാഹിബ്, ഒരുപാട് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ആരും സമസ്തയെ ധിക്കരിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെ ചരിത്രം തെളിയിക്കാൻ സാധ്യവും അല്ല. അപ്പോ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിയായ കാര്യങ്ങൾ അത് സമസ്ത അതിന് നേതൃത്വം നൽകും. അതിന്റെ കാര്യങ്ങൾ പഠിച്ച് സമസ്ത ചെയ്യും. നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ അതിന് ആൾ വേണം. ആ പ്രസ്ഥാനം നശിച്ചുകൂടാ. അതിന് കേടുപാട് പറ്റരുത്. നമ്മെ കൊണ്ടുവരാൻ പാടില്ല, സഹായിക്കണം. അത് വേണ്ട എന്ന് പറയുന്നവര് കാണുമ്പോ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം ആക്ഷേപങ്ങൾ പറയാനോ വഴക്കുണ്ടാക്കാനോ അതല്ലെങ്കിൽ ചിന്തിക്കാതെ ഏതെങ്കിലും പയ്യന്മാരുടെ ബെക്കിൽ സമസ്തയെ തള്ളിക്കൊണ്ട് നാം കൂടരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു നമ്മെ ഇഹപര വിജയപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.